ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ അടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നോമ്പിനുണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ സ്നാക്സ് റെസിപ്പി നോക്കാം. അപ്പോൾ ഇന്ന് റമദാൻ സീരീസിലെ ഫസ്റ്റ് സ്നാക്സ് റെസിപ്പിയായ ചിക്കൻ ചീസി കട്ട്ലേറ്റ് ആണ്. ഇതുണ്ടാക്കാനായിട്ട് 3 മീഡിയം സൈസസ് ഉരുളക്കിഴങ്ങും തൊലിയൊക്കെ കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് ബോൺലെസ് ചിക്കൻ പീസസ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നല്ലപോലെ ചൂട് ആറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ചിക്കൻ പീസസും ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ക്രഷ് ചെയ്തത് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മല്ലിയിലയും കറിവേപ്പിലയും പൊടിയായി അരിഞ്ഞത്, ഒരു 1/2 ടേബിൾ സ്പൂണ് ഹോം മെയ്ഡ് ഗരം മസാല, 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് ബ്രെഡ് മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് മൈദയിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മുടെ നോമ്പ് തുറക്കാനാകുമ്പോൾ നമുക്ക് എടുത്ത് അതിൽ നിന്നും എണ്ണയിലിട്ട് ഇതുപോലെ ഡീപ്പ് ഫ്രൈയോ അല്ലെങ്കിൽ ഷാലോ ഫ്രൈയോ ചെയ്തെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ചീസി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് റെഡിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ഉണ്ടാക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് എരിവില്ലാതെ കഴിക്കാനും പറ്റും. അധികം എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ചീസി കട്ട്ലേറ്റ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുക.